നമ്മളിൽ മിക്കവരും ഒരു ഫോൺ വാങ്ങിച്ചു കഴിയുമ്പോൾ ആദ്യം ചെയ്യുന്ന കാര്യം അതിനകത്തൊരു സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കുക, പിന്നെ അതുപോലെ തന്നെ ഒരു കേസും കൂടെ വാങ്ങിക്കുക എന്നുള്ളതാണ്. കാരണം കേസ് എന്ന് പറയുന്നത് ഫോണിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ കണക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ഒരു ഫോൺ വാങ്ങിച്ചു കഴിയുമ്പോഴത്തേക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കേസ് ഉപയോഗിക്കാനാണ്. അപ്പോൾ നമ്മൾ ആപ്പിളിൻ്റെ ഐഫോൺ നോക്കുവാണെങ്കിൽ ഏറ്റവും നല്ല ആപ്പിൾ വിൽക്കുന്ന കേസ് എന്ന് പറയുന്നത് അവരുടെ സിലിക്കൺ കേസ് തന്നെയാണ്. അത് ഈ വർഷം ആപ്പിളിൻ്റെ 12 സീരീസ് ഐഫോൺസിന് വേണ്ടി വന്നേക്കുന്ന കേസിനകത്ത് ചെറിയൊരു വ്യത്യാസമുണ്ട്. അതായത് ഈ കേസിനൊക്കെ മാക്സേഫ് സപ്പോർട്ട് വരുന്നുണ്ട്. മാക്സേഫ് എന്ന് പറയുന്നത് ആപ്പിളിൻ്റെ പുതിയൊരു വയർലെസ് ചാർജിങ് കണക്കാണ്. വയർലെസ് ചാർജിങ് ടെക്നോളജിക്കകത്ത് മാറ്റമില്ല, പക്ഷേ അതിന് പകരം അവരിതിനകത്ത് മാഗ്നറ്റ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് അത് കുറച്ചും കൂടെ ഒന്ന് ബെറ്റർ ആക്കുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോണത് ആപ്പിളിൻ്റെ 12 സീരീസ് ഐഫോൺസിന് വേണ്ടിയുള്ള സിലിക്കൺ കേസാണ്. അപ്പോൾ ഇതിനകത്ത് സിലിക്കൺ കേസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ 12 മിനിയാണ് ഉപയോഗിച്ചേക്കുന്നത്. അത് മാത്രമല്ല ഈ സിലിക്കൺ കേസിനകത്ത് ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല വില കൂടിയ ഒരെണ്ണമാണ്. ഇതിൻ്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത് 4900 ഇന്ത്യൻ റുപ്പീസാണ്. അപ്പോൾ അങ്ങനെ നോക്കാൻ നേരത്ത് അതൊരു ആക്സസറിക്ക്, പ്രത്യേകിച്ച് ഒരു കേസിന് ഭയങ്കര വില കൂടുതലായിട്ടാണ് വന്നേക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഈ പ്രൈസ് ടാഗ് കുഴപ്പമില്ലെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള നല്ല പ്രീമിയം ഒരു കേസ് തന്നെയാണ് ഈ ആപ്പിളിൻ്റെ സിലിക്കൺ കേസ് എന്ന് പറയുന്നത്. അത് നമ്മളിവിടെ ഞാൻ പറഞ്ഞില്ലേ 12 മിനിയാണ് ഉപയോഗിച്ചേക്കുന്നത്. നമ്മൾ ഈ കേസ് അൺബോക്സ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് വേറെ ഒന്നും വരുന്നില്ല, കുറച്ച് ഡോക്യുമെൻറ്റേഷൻ മാത്രമേ ഉള്ളൂ. ആപ്പിൾ സ്റ്റിക്കറൊന്നും കിട്ടത്തില്ല. അതിൽ തന്നെ ഞാൻ ഈ കേസ് ഇപ്പോൾ ഉപയോഗിക്കാൻ തുടങ്ങിയത് ഏതാണ്ട് ഒരു മാസമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസ് ഇങ്ങനെ കുറേ നാൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരും എന്നുള്ള കാര്യങ്ങൾ ഇതിനകത്ത് പറയാൻ പറ്റുന്നുണ്ട്. അത് നമ്മൾ ഈ കേസ് എടുത്ത് നോക്കാൻ നേരത്ത് തന്നെ ആദ്യം തന്നെ നോക്കുമ്പോൾ ഇതെന്ന് പറയുന്നത് ഇത്രയും നാൾ വന്ന സിലിക്കൺ കേസ് കണക്കല്ല. അതിന് പകരം ഫോണിന് മൊത്തത്തിൽ പ്രൊട്ടക്ഷൻ വരുന്ന കണക്കത്തൊരു കേസാണ്. കാരണം ഇവിടുത്തെ അടിഭാഗവും നമുക്ക് കവേർഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ താഴത്തെ ഭാഗത്തും പ്രശ്നങ്ങളൊന്നും വരുന്നത്. അപ്പോൾ നമ്മളിന്ന് ഫോണും തറ വീണാൽ തന്നെ അവിടെ ഒന്നും പ്രശ്നം വരാൻ സാധ്യതയില്ല. കാരണം നമ്മളിപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഐഫോൺ 11 സിലിക്കൺ കേസ് നോക്കുവാണെങ്കിൽ അതിനകത്ത് അവിടെയൊക്കെ നമുക്ക് കവറിംഗ് ഒന്നും വന്നിട്ടില്ലായിരുന്നു. അതായത് നമുക്ക് അവിടെ ഒരു പ്രൊട്ടക്ഷൻ ഇല്ലായിരുന്നു. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പണ്ട് ഐഫോൺ 5s കേസിനകത്തൊക്കെ ഇങ്ങനെയാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. പിന്നെ അത് മാത്രമല്ല നമ്മളിവിടെ പോർട്സ് ഒക്കെ നോക്കാൻ നേരത്തെ അതായത് നമ്മുടെ ലൈറ്റ്നിങ് പോർട്ടിനുള്ള കട്ടൗട്ടും പിന്നെ സ്പീക്കർ ഗ്രിൽസിനും മൈക്രോഫോണും അതുപോലെ തന്നെ നമ്മുടെ മ്യൂട്ട് അൺമ്യൂട്ട് സ്ലൈഡറിനും ഒക്കെ കട്ടൗട്ട് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഈ ലൈറ്നിങ് പോർട്ടിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വലിയൊരു കട്ടൗട്ടല്ല, കറക്റ്റ് ആയിട്ടുള്ള ഒരു കട്ടൗട്ടാണ്. അതുകൊണ്ട് നിങ്ങളിപ്പോൾ ഒരു തേർഡ് പാർട്ടി ലൈറ്നിങ് കേബിൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് കുറച്ച് കനം കൂടിയതാണെങ്കിൽ അത് ഉപയോഗിക്കുന്നതിനകത്തൊരു ബുദ്ധിമുട്ട് വരും. പക്ഷേ നമ്മുടെ ഈ മ്യൂട്ട് അൺമ്യൂട്ട് സ്ലൈഡറിനകത്ത് തന്നെ നമുക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നും വന്നില്ല. അത് കറക്റ്റായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വന്നേക്കുന്നത്. പിന്നെ ബട്ടൺസ് എല്ലാം കവേർഡാണ്. പക്ഷേ ഇവിടെ കവറിംഗ് ഉണ്ടെങ്കിൽ പോലും ബട്ടൺസിൻ്റെയൊക്കെ ഫീഡ്ബാക്കിനകത്ത് അങ്ങനെ പ്രശ്നമൊന്നും വന്നിട്ടില്ല. ബട്ടൺസിനൊക്കെ നല്ല ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ കേസിനകത്ത് നമ്മുടെ ഫോൺ ഇൻസ്റ്റാൾ ചെയ്യുന്ന കാര്യം നോക്കുവാണെങ്കിൽ അത് വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. നമ്മൾ മേളിൽ തുടങ്ങിയാൽ മതി, എന്നിട്ട് താഴത്തെ പോർഷൻ ചെയ്യുക. അത് മാക്സേഫ് സപ്പോർട്ട് വരുന്ന കേസായിട്ട് തന്നെ ഈ കേസ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ ഒരു മാക്സേഫിൻ്റെ ആനിമേഷൻ വരുന്നുണ്ട്. അത് മാത്രമല്ല ഇവിടെ ഫോൺ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഈ ഫോണിനകത്ത് കറക്റ്റായിട്ട് ഫിറ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. അതായത് എവിടെയും ഒരു ലൂസ് ആയിട്ടുള്ള ഭാഗമോ അല്ലെങ്കിൽ ഫോൺ ഇളകി പോകണമൊന്നും വരത്തില്ല. അപ്പോൾ അതൊക്കെ നല്ല കാര്യങ്ങളാണ്. അതിവിടെ ഈ കേസിന് ഒരുപാട് കനം കൂടുതലോ വെയിറ്റ് കൂടുതലോ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കിത് ഫോണിനകത്ത് ഇട്ടതിന് ശേഷം പോലും നമുക്ക് അങ്ങനെ ഫോണിൻ്റെ വെയിറ്റ് കൂടുക അല്ലെങ്കിൽ ഫോൺ ഉപയോഗിക്കാൻ ഒരു ബുദ്ധിമുട്ട് വരത്തില്ല. നമുക്ക് സാധാരണ ഉപയോഗിക്കുന്ന രീതി തന്നെ തോന്നും. അപ്പോൾ അത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. എനിക്കതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പിന്നെ അതിൻ്റെ തന്നെ ഈ ഫോണിന് നല്ലൊരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ ഫ്രണ്ടിൽ നോക്കുവാണെങ്കിൽ തന്നെ നമുക്കിവിടെ സ്ക്രീനിന് മുകളിലായിട്ടാണ് ഈ കേസ് കുറച്ച് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഫോണിന് നമുക്ക് സ്റ്റേബിളിലൊക്കെ വെക്കാൻ നേരത്ത് അങ്ങനെ സ്ക്രീൻ തട്ടത്തില്ല. അപ്പോൾ അതൊരു നല്ല കാര്യമാണ്. അതുപോലെ ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യം ഇവിടുത്തെ ക്യാമറ പ്രൊട്ടക്ഷനാണ്. അതായത് നമുക്ക് ക്യാമറ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫോണിൻ്റെ ഐഫോൺ 12 സീരീസ് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ക്യാമറ എല്ലാം പുറത്തേക്ക് തള്ളി നിൽക്കുകയാണ്. അത് നമ്മളിവിടെ ഈ കേസ് ഇട്ടതിന് ശേഷം ഈ ക്യാമറ അകത്തേക്കാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ക്യാമറ ലെൻസിനകത്ത് സ്ക്രാച്ച് വീഴാനുള്ള സാധ്യതയും കുറവാണ്. അത് മാത്രമല്ല ഇവിടെ ഈ കേസ് ഇട്ട് കഴിയുമ്പോഴത്തേക്കും തന്നെ നമ്മളിപ്പോൾ ടേബിളിലൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്കും ഫോൺ അങ്ങനെ അനങ്ങുന്നൊരു പ്രശ്നമൊന്നും വരത്തില്ല. അപ്പോൾ അത് നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ കേസിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ ഉപയോഗിക്കാൻ നേരത്ത് നല്ലൊരു ഫീൽ കിട്ടും, നല്ലൊരു പ്രീമിയം ക്വാളിറ്റി ഉണ്ട്. പക്ഷേ ഇവിടെ 2-3 കുഴപ്പങ്ങളുണ്ട്. അതിനകത്ത് ഒന്നെന്ന് പറയുന്നത് ഇതിൻ്റെ മെറ്റീരിയൽ സിലിക്കൺ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഉപയോഗിച്ച് തുടങ്ങി കഴിഞ്ഞ് കുറച്ച് കാലം കഴിയുമ്പോൾ ഞാൻ പറഞ്ഞില്ല ഇവിടെ ഒരു മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് ശ്രദ്ധിക്കാൻ മനസ്സിലാവും ചില സ്ഥലത്തൊക്കെ ആ സിലിക്കൺ ഇളകി പോകുന്നുണ്ട്. അപ്പോൾ അവിടെ കുറച്ചുകൂടെ ഷൈനിങ് കൂടിയാണ് ഇരിക്കുകയാണ്. അത് സിലിക്കൺ ഇളകി പോകണതാണ്. അതിന് കുറച്ച് കാലം കഴിയുമ്പോൾ നല്ലോണം പോകാൻ തുടങ്ങും. പിന്നെ അത് മാത്രമല്ല ഇത് സിലിക്കൺ മെറ്റീരിയൽ ആയതുകൊണ്ട് നമ്മളിപ്പോൾ പോക്കറ്റിലൊക്കെ വെച്ചിട്ട് എടുക്കാൻ നേരത്ത് പൊടിയൊക്കെ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കും. അത് നമുക്ക് തുടച്ച് കളയാൻ പറ്റുന്നൊരു കാര്യമാണ്. പക്ഷേ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. പിന്നെ ഞാൻ മൂന്നാമത്തെ കാര്യമായിട്ട് പറയുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് അത് ആദ്യം തന്നെ പറഞ്ഞാണ് ഇതിൻ്റെ വില ഒരുപാട് കൂടുതലാണ്. ഒരു 4900 കൊടുത്ത് ഈ ഒരു കേസ് വാങ്ങിക്കുമ്പം നമുക്ക് അത്രയൊന്നും വലിയ ഉപയോഗം കിട്ടുന്നില്ല. പക്ഷേ നിങ്ങൾ മാക്സേഫ് ചാർജിങ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഈ കേസ് വാങ്ങിക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യും. കാരണം മാക്സേഫ് ചാർജർ എന്ന് പറയുന്ന സാധനം നമ്മുടെ ഫോണിൻ്റെ ബാക്കിലായിട്ടാണ് ഒട്ടിപ്പിടിക്കുന്നത്. അതായത് നമ്മുടെ ഫോണിൻ്റെ ബാക്ക് ഗ്ലാസിനകത്ത് സ്ക്രാച്ച് വീഴാൻ സാധ്യത കൂടുതലാണ് നമ്മൾ ഒരുപാട് നാൾ മാക്സേഫ് ചാർജർ ഉപയോഗിക്കുകയാണെങ്കിൽ. അപ്പോൾ അങ്ങനെ വരാൻ നേരത്ത് ഇങ്ങനൊരു കേസ് ഉപയോഗിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ചും ഈ മാക്സേഫ് സപ്പോർട്ടുള്ള ഈ സിലിക്കൺ കേസ് ഉപയോഗിക്കുകയാണെങ്കിൽ ഫോണിൻ്റെ ബാക്ക് ഗ്ലാസിന് ഒരു പ്രൊട്ടക്ഷൻ കിട്ടും നമ്മൾ ആ മാക്സേഫ് ചാർജർ ഉപയോഗിക്കാൻ നേരത്ത്. അത് മാത്രമല്ല നമ്മൾ ഈ കേസിൻ്റെ അകം നോക്കുവാണെങ്കിൽ ഇതിനകത്ത് മൈക്രോ ഫൈബർ ക്ലോത്താണ് ഉപയോഗിച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം എന്തൊരു ഒരു പൊടി ഈ കേസിനകത്ത് കയറിയാൽ പോലും നമ്മുടെ ഫോണിൻ്റെ ബാക്ക് ഗ്ലാസിനകത്ത് സ്ക്രാച്ചും വീഴത്തില്ല. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമായ മാക്സേഫ് ചാർജിങ്ങിലേക്ക് പോകാൻ നേരത്ത് ഇവിടെ നമ്മുടെ ഈ കേസിനകത്ത് മാക്സേഫ് ചാർജിങ് സപ്പോർട്ട് ഉണ്ടെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു. അതായത് ഇവിടെ മാഗ്നറ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ മാക്സേഫ് ചാർജർ ഇവിടെ കറക്റ്റായിട്ട് തന്നെ ഒട്ടിപ്പിടിക്കും, പ്രശ്നങ്ങളൊന്നും വരത്തില്ല, നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കും. പിന്നെ അത് മാത്രമല്ല ഈ സിലിക്കൺ കേസിൻ്റെ ബാക്കിലും ഈ ചാർജർ ഉപയോഗിക്കാൻ നേരത്തെ ഇങ്ങനെ ഒരു ആകൃതി വരുമെങ്കിൽ, അതായത് ഈ വട്ടത്തിലുള്ള ആകൃതി വരുമെങ്കിൽ പോലും നമുക്കതൊരു പ്രശ്നമുള്ള കാര്യമല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് തുടച്ചളയാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല ഈ സിലിക്കൺ മെറ്റീരിയലിനകത്ത് അങ്ങനെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല ഈ ചാർജർ ഉപയോഗിക്കാൻ നേരത്ത്. ഈ ഒരു മാസമായിട്ട് ഞാൻ അങ്ങനെ തന്നെ ഉപയോഗിക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വന്നില്ല. ഇങ്ങനത്തെ രീതിയിൽ നോക്കാൻ നേരത്ത് ഈ കേസിന് കുറച്ചും കൂടി ഉപയോഗം കൂടുവാണ്. പിന്നെ മാത്രമല്ല ഞാൻ പറഞ്ഞില്ലായിരുന്നോ നിങ്ങൾക്കൊരു പ്രീമിയം ഫീൽ ഉള്ളൊരു കേസ് വേണമെന്നാണെങ്കിൽ
ഈ കേസ് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. അത് ഇങ്ങനത്തെ പ്രൈസ് ടാഗ് ആണെങ്കിൽ പോലും നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുകയും ചെയ്യും. പിന്നെ അത് മാത്രമല്ല നിങ്ങൾക്ക് പല കളർ ഓപ്ഷൻസ് വരുന്നുണ്ട്. 8 കളർ ഓപ്ഷൻസ് ഉണ്ട്. അത് ഞാനിവിടെ വാങ്ങിച്ചിരിക്കുന്ന പ്ലം കളറാണ്. അതെനിക്ക് ഈ കളർ നമ്മുടെ ബ്ലൂ ഐഫോണുമായിട്ട് നല്ലോണം മാച്ച് ആവുന്നതാണ് തോന്നിയത്. അപ്പോൾ ഇതൊക്കെയാണ് ആപ്പിളിൻ്റെ സിലിക്കൺ കേസിൻ്റെ, അതായത് നമ്മുടെ iPhone 12 സീരീസിൻ്റെ സിലിക്കൺ കേസിൻ്റെ മുതലുള്ള കാര്യങ്ങൾ. ഈ കേസ് ഈ പ്രൈസിന് വേർത്തായ ഒരു കേസൊന്നുമല്ല, പക്ഷേ ഈ കേസിന് കിട്ടുന്ന ഉപയോഗങ്ങൾ എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു കേസ് വേണം എന്ന് ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് ഈ വില കുഴപ്പമില്ലെങ്കിൽ ഈ സിലിക്കൺ കേസ് ആ ലെതർ കേസിനെ കാട്ടിയും, അതായത് ആപ്പിളിൻ്റെ ഒഫീഷ്യൽ ലെതർ കേസിനെ കാട്ടിയും എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കേസ് തന്നെയാണ്. ഇത്രയുള്ള ഈ വീഡിയോ എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, അതുകൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ചാനൽ പ്രൊമോട്ട് ചെയ്യുക. നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.